നമസ്കാരം. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് പുണർദം നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ 14 ശേഷം, അതായത് ഈ വിഷു വർഷം പുണർദം നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വർഷം വൻ മാറ്റങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒരു കാലഘട്ടമാണ്. ദേവഗുരുവായ വേഴത്തിന്റെ സ്വാധീനം ഈ നക്ഷത്രക്കാർക്ക് വലിയ തോതിൽ ഗുണകരമായി ഭവിക്കും. അവരുടെ ജീവിതവും ജോലിയും സാമ്പത്തിക രംഗത്തും കുടുംബം, വിവാഹം, കുട്ടികൾ, ഭൂമി വാങ്ങാൻ യോഗമുണ്ടോ, വീട് വയ്ക്കാൻ യോഗമുണ്ടോ, വാഹനം വാങ്ങുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. പുണർദം നക്ഷത്രക്കാരുടെ പൊതുവായ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് സമാധാന പ്രിയരാണ്, സത്യസന്ധരുമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചു വന്നിരുന്ന അനിശ്ചിതത്വങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് അവസാനിക്കും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ ഇടവരും. തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും വേഗത്തിൽ നടപ്പിലാവും. പൊതുവെ പുണർദം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. ഏപ്രിൽ 14 ശേഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും. അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. വേഴത്തിന്റെ മാറ്റം ജൂണോടുകൂടി വരുമ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ കിട്ടും എന്നുള്ളതാണ്. തൊഴിൽ രംഗത്താണെങ്കിൽ വലിയ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്ക് മാറ്റമോ സ്ഥാനക്കയറ്റമോ ഒക്കെ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. സ്ഥലം മാറ്റത്തേക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത ഈ വർഷമുണ്ട്. തൊഴിൽ രഹിതരായിട്ടുള്ളവർക്ക് ഈ വർഷം സ്ഥിരമായ ഒരു ജോലി ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. PSC ടെസ്റ്റുകൾക്ക് പരിശ്രമിക്കുന്നവർക്ക് ഈ വർഷം ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സാമ്പത്തിക നില ഭദ്രമാക്കാൻ നിങ്ങൾക്ക് കഴിയും. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനായിട്ട് ഈ വർഷം സാധിക്കും. എങ്കിലും ആഡംബരങ്ങൾക്കൊക്കെ ആയിട്ട് പണം ചെലവാക്കുന്നത് നിയന്ത്രിക്കണം. അധിക പൈസ ചെലവാക്കി കിട്ടുന്ന സാമ്പത്തികത്തെ നഷ്ടപ്പെടുത്തരുത്. പഴയ കടങ്ങളൊക്കെ തീർക്കാനായിട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരും. സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ ഈ വർഷം നിങ്ങൾക്ക് പൂർണ്ണമായി കടത്തിൽ നിന്ന് മുക്തരാവാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുന്ന ഒരു വർഷമാണ് 2026. ബന്ധുക്കൾക്കിടയിൽ നിങ്ങളുടെ അന്തസ്സും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ബന്ധുക്കൾക്കിടയിൽ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു വർഷം കൂടിയിട്ടാണ് പുണർദം നാളുകാർക്ക് ഈ 2026 എന്നത്. വിവാഹപ്രായമായ പുണർദം നക്ഷത്രക്കാർക്ക് ഈ വർഷം മംഗല്യയോഗമുണ്ട്. വർഷത്തിന്റെ പകുതിയോടെ നല്ല ആലോചനകൾ വരാനും ഉറപ്പിക്കാനും സാധിക്കും. കുട്ടികളുടെ കാര്യത്തിൽ വലിയ സന്തോഷം അനുഭവപ്പെടുന്ന ഒരു വർഷം കൂടിയാണ്. അവരുടെ പഠനകാര്യങ്ങളിലാണെങ്കിലും കരിയറിലാണെങ്കിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് കുട്ടികളെ ഓർത്ത് അഭിമാനിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. ഭൂമിയും സ്വന്തമായി വീട് എന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾക്ക് ഈ വർഷം നടത്താവുന്നതാണ്. അതിനുള്ള ഒരു ചുവടുവയ്പ് നിങ്ങൾ നടത്തിയാൽ അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന ഒരു വർഷമാണ്. ഭൂമി വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും ലാഭകരമായിട്ടുള്ള ഇടപാടുകൾ നിങ്ങൾക്ക് നടത്താൻ സാധിക്കും. നിങ്ങൾ കഴിയുന്ന ഒരു തുകയ്ക്കൊക്കെ നിങ്ങൾക്കൊരു ഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമി നല്ല വിലയ്ക്ക് വിറ്റുപോകാനൊക്കെയുള്ള സാധ്യത ഈ വർഷമുണ്ട്. പുതിയ വാഹനം വാങ്ങാനുള്ള യോഗവും ഈ വർഷം കാണുന്നുണ്ട് പുണർദം നക്ഷത്രക്കാർക്ക്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണിത്. അത് കൃഷി, വിദ്യാലയം അല്ലെങ്കിൽ കൺസൾട്ടൻസി തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട്. ആ മേഖലകളിലൊക്കെയാണ് നിങ്ങൾ പുതിയ സംരംഭം ആരംഭിക്കുന്നതെങ്കിൽ വിജയസാധ്യത കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാനും വിദ്യാർത്ഥികൾക്ക് കഴിയും. പുതിയ പഠനത്തിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പം നിങ്ങൾ ഈ പുണർദം നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ താല്പര്യമാണ് ഓരോ കോഴ്സുകൾ എടുത്ത് പഠിക്കുന്നതിനും മുൻതൂക്കം കൊടുക്കേണ്ടത്. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഒക്കെയാണ്. പക്ഷേ ഒരു ജ്യോതിഷപരമായിട്ടുള്ള ചിന്തയിൽ പറയുവാണെങ്കിൽ പുണർദം നക്ഷത്രക്കാർ ബുദ്ധിശക്തിയും ഉപദേശിക്കാനുള്ള കഴിവും ഒക്കെ ഉള്ള ആൾക്കാരാണ് പുണർദം നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ അവർക്ക് അധ്യാപനം, ഗവേഷണം, പ്രൊഫസർമാർ, കൗൺസിലർമാർ എന്നീ നിലകളിലൊക്കെ നിങ്ങൾക്ക് തിളങ്ങാനായിട്ട് കഴിയും. അത്തരം കോഴ്സുകൾ, അതിലേക്ക് എത്തിപ്പെടാവുന്ന കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ കുറച്ചു കൂടുതൽ നന്നായിരിക്കും.
അതുപോലെ നിയമം, നീതിക്കും ന്യായത്തിനും വേണ്ടി സംസാരിക്കാനുള്ള കഴിവ്, മികച്ച വക്കീലാകാൻ നിങ്ങളെ സഹായിക്കും. അതുപോലെ ബാങ്കിങ്, ഫിനാൻസ്, കണക്കുകൾ കൈകാര്യം ചെയ്യാനും സാമ്പത്തിക കാര്യങ്ങൾ വിശകലനം ചെയ്യാനും നിങ്ങൾ മിടുക്കരാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കോഴ്സുകളും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. വൈദ്യശാസ്ത്രം, നഴ്സിംഗ് അല്ലെങ്കിൽ ഫാർമസി മേഖലകളിൽ പുണർദം നക്ഷത്രക്കാർക്ക് ശോഭിക്കാനായിട്ട് കഴിയും. അതുപോലെ സാമൂഹ്യ സേവനം, കാരണം സത്യസന്ധരാണ്, നല്ല മനസ്സിന് ഉടമകളാണ് പുണർദം നക്ഷത്രക്കാർ ഭൂരിഭാഗവും ആൾക്കാർ. അപ്പോൾ അത്തരക്കാർക്ക് സാമൂഹിക സേവനം എന്നത് ഒരു കടമയും കർത്തവ്യവുമായിട്ട് കാണുന്നവരാണ്. അപ്പോൾ സോഷ്യൽ സർവീസ് പോലുള്ള കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ അതും ഏറെ ഗുണകരമാവും. ഏത് കോഴ്സ് എടുത്താലും നിങ്ങളുടെ താല്പര്യമാണ് ഇതിൽ കണക്കിലെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പഠന വിഷയങ്ങൾ വേണം എടുത്ത് പഠിക്കാൻ. അതുപോലെ തന്നെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കൂടുതൽ നിങ്ങളുടെ തടസ്സങ്ങൾ ആ മേഖലയിൽ മാറിക്കിട്ടുന്നതിനും ദക്ഷിണമൂർത്തിയെ ഭജിക്കുന്നത് അതീവ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള പുതുതായിട്ട് പഠിക്കാൻ കോഴ്സുകൾ എടുക്കുന്നവർക്കൊക്കെ നല്ല ഒരു സമയമാണ്. നിങ്ങൾ മത്സര പരീക്ഷകളിലൊക്കെ ഉയർന്ന തലത്തിൽ പാസ്സാകാനുള്ള എല്ലാ സാധ്യതകളും പുണർദം നക്ഷത്രക്കാർക്കുണ്ട്. ഒരുപാട് ഭാഗ്യാനുഭവങ്ങളുള്ള സമയമാണ്. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇരുന്നാൽ ഭാഗ്യാനുഭവങ്ങൾ വരില്ല. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം വളരെയധികം വേണം. നിരന്തരം അതിനുവേണ്ടി പരിശ്രമിക്കുകയും ഇച്ഛാശക്തിയോട് പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. ഈ വർഷം പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിജയങ്ങളുടെ വർഷമാണ്, ഭാഗ്യാനുഭവങ്ങളുടെ ഒരു വർഷമാണ്. അത് നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. കലാ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന പുണർദം നക്ഷത്രക്കാർക്ക് വളരെ മികച്ച ഒരു വർഷമാണ്. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും പുതിയ വേദികൾ ലഭിക്കുകയും ചെയ്യും. സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നത് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനും നിങ്ങളെ സഹായിക്കും. പുതിയ സുഹൃത്തുക്കളെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ദേവഗുരുവായ വേഴൻ അധിപനായി വരുന്ന നക്ഷത്രമായതുകൊണ്ടും ചില ജന്മസിദ്ധമായ കഴിവുകളുണ്ട്. അതിലൊന്ന്, ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതുതന്നെയാണ് ഒന്നാമത്തെ കാര്യം. സത്യസന്ധത എന്നത് നിങ്ങളുടെ ഒരു മുഖമുദ്രയാണ്. അതുപോലെ എത്ര വലിയ പ്രകോപനമുണ്ടായാലും പെട്ടെന്ന് തളരാത്ത മനസ്സ് നിങ്ങൾക്കുണ്ട്. തോറ്റയിടത്തുനിന്ന് ജയിച്ചു വരാനുള്ള കരുത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളിൽ അതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പരിശ്രമിക്കുക കൂടി വേണം. തളർന്നു പോകരുത്. മുൻകാലങ്ങളുടെ അനുഭവങ്ങളൊക്കെ തന്നെ വളരെ മോശം സാഹചര്യങ്ങളിലൂടെ പുണർന്ന നാളുകാർ കടന്നു പോയിട്ടുണ്ട്, കുറച്ചുപേരെങ്കിലും. അപ്പോൾ അതൊക്കെ മാറി നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാവുന്ന ഒരു വർഷം കൂടിയാണ് ഈ 2026 എന്ന് പറയുന്നത്. നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട്. പിന്നെ കുടുംബത്തോടും സുഹൃത്തുക്കളോടൊക്കെ വലിയ സ്നേഹവും കരുതലും ഒക്കെ കാണിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ അവർക്കും നിങ്ങളോട് വലിയ സ്നേഹമുള്ളവരായിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിവ് സമ്പാദിക്കാനും ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും താല്പര്യമുള്ളവരായതുകൊണ്ട് തന്നെ പുതിയ മേഖലകളിലേക്ക് പോകാനും ആ മേഖലയെക്കുറിച്ച് പഠിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. ഈ സാമ്പത്തിക നില മെച്ചപ്പെടണമെങ്കിൽ വേഴത്തിൻ്റെ സ്വാധീനം ഉള്ളതിനാൽ സ്വർണം, ഭൂമി അല്ലെങ്കിൽ ദീർഘകാല നിക്ഷേപങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായിരിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ നിങ്ങളെ അതിന് സഹായിക്കും. സാമ്പത്തിക അഭിവൃദ്ധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ധനലക്ഷ്മി പൂജ നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും മഹാലക്ഷ്മിയെ ഭജിക്കുന്നതും നെയ്വിളക്ക് കൊളുത്തുന്നതുമൊക്കെ നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും. അതുപോലെ മഞ്ഞ നിറം, സാമ്പത്തിക ഇടപാടുകൾക്കൊക്കെ പോകുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമോ തൂവാലയോ ഒക്കെ ഉപയോഗിക്കുന്നതും ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകും. പുണർദം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങളുടെ ദശാകാലങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ജാതകം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഏത് ദശാസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്, നല്ല ദശാസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ ഫലങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. മോശം ദശാസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇതിൻ്റെ ഫലങ്ങൾ കുറഞ്ഞിരിക്കും. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ, കൂടുതൽ ഫലങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയും ദോഷങ്ങൾ കുറയുന്നതിന് വേണ്ടിയിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ: വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്കത് എല്ലാ ദോഷങ്ങളും മാറ്റി ഗുണം കൊണ്ടുവരുന്നതിന് അത് സഹായിക്കും. പിന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു സുതാര്യത നിലനിർത്തണം. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോൾ പരിചയസമ്പന്നരുടെ ഉപദേശങ്ങളൊക്കെ തേടുന്നതും നന്നായിരിക്കും.
ഈ വർഷം നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത 1-2 കാര്യങ്ങളാണ്. മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നത് കഴിവതും ഈ വർഷം ഒഴിവാക്കുക. അത് നിങ്ങൾക്ക് ഗുണകരമല്ല. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിയമപരമായ കാര്യങ്ങൾ ഒരു അശ്രദ്ധ കാണിച്ച് ബുദ്ധിമുട്ടിലാകരുത്. അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം പലപ്പോഴും അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അവഗണിക്കരുത്. പ്രത്യേകിച്ച് ശ്വാസ സംബന്ധമായിട്ടുള്ള ഉദര സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിലൊരു ശ്രദ്ധ ഈ വർഷം നിങ്ങൾ പാലിക്കണം. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളായിട്ടും മറ്റ് സുഹൃത്തുക്കളുമായും സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. സമയം നല്ലതാണ്, പക്ഷേ എങ്കിലും ചില ദോഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാക്കുകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. പൊതുവെ പുണർദം നക്ഷത്രക്കാർക്ക് 2026 ഈ വിഷു വർഷം എന്ന് പറയുന്നത് വളരെ ഗുണങ്ങളാണ് കൂടുതലുള്ളത്. പുണർദം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.